ഇടുക്കി ജില്ലയിൽ സൈലന്റായുള്ള വനവൽക്കരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഷോൺ ജോർജ്. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് BC വർഗീസ് നയിച്ച ജനസംരക്ഷണ യാത്രയുടെ സമാപനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മാറി മാറി ഭരിച്ചുവരുന്ന ഇടതു വലതു മുന്നണികൾക്ക് ഭൂവിഷയത്തിൽ ഇതുവരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയതിൽ ഇടതു വലതു മുന്നണികൾക്ക് വലിയ പങ്കുണ്ട്. ഒരു വശത്ത് കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ ഇടുക്കിയിലെ കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇരു മുന്നണികളും സ്വീകരിക്കുന്നതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ബഫർ സോൺ വിഷയം പിന്നീട് ഇതിന്റെ ഭാഗമായി നമ്മളിലേക്ക് കടന്നു വന്നു. അന്ന് നമ്മൾ എന്തൊക്കെ ആകുലതകളായി ഈ നാടിന് വേണ്ടി പറഞ്ഞിരുന്നു, അതെല്ലാം ഇന്ന് നമ്മളെ തേടിയെത്തുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ അന്ന് കോൺഗ്രസ് കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് കോൺഗ്രസ് മലയോര ജനതയെ തീരെഴുതി കൊടുത്തുകൊണ്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അന്ന് അതിനെ എതിർത്ത കോൺഗ്രസ്സുകാരാ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, ഇപ്പോൾ നിങ്ങൾ എന്തു പറയുന്നു? സൈലന്റ് ഫോറസ്റ്റൈസേഷൻ, വളരെ സൈലന്റായ ഒരു വനവൽക്കരണം കഴിഞ്ഞ 12 വർഷമായി ഇടുക്കി ജില്ലയിൽ നടക്കുന്നു. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ മലയോര മേഖലയിൽ അപ്പാടെ വനാതിർത്തി പങ്കിടുന്ന 16,400 കിലോമീറ്ററും നിങ്ങൾ ചെന്ന് നോക്കിയാൽ ഇന്ന് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രദേശങ്ങളാണ്. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം, ഭൂവിഷയങ്ങൾ, ജില്ലയിൽ മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ നിരോധനം, പട്ടയ വിഷയങ്ങൾ, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം തേടിയാണ് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ജനസംരക്ഷണ യാത്ര നടത്തിയത്. 6 സംഘടനാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ യാത്ര കട്ടപ്പനയിൽ സമാപിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, വൈസ് പ്രസിഡന്റ് K കുമാർ, C സന്തോഷ് കുമാർ, തങ്കച്ചൻ പുരയിടം, സുരേഷ് മീനത്തേരി, PR സന്തോഷ്, AV മുരളി തുടങ്ങിയവർ സംസാരിച്ചു.